ആലോചിച്ചു. മൗലവി നമ്മളോട് ചോദിക്കുന്നത് ഉളുപ്പുണ്ടോ? മൗലവി നമ്മളോട് ചോദിക്കുന്നത് ഉളുപ്പുണ്ടോ എന്നാ. ഇനി വേറൊന്ന് കേൾക്കണം നിങ്ങൾക്ക്. ഇതിപ്പോ സദസ്സിലിരിക്കുന്നതല്ലേ, എന്നാ പൊത്തിപ്പിടിച്ച് പോണോന്ന് പറഞ്ഞാൽ ഇനി വായിക്കാൻ പോകുന്നത്. അത് കേട്ടോളെ. വരട്ടെ. സ്ത്രീകൾക്ക് ബൈക്കിൽ യാത്ര ചെയ്യൽ കൂടാവാ. ഞാൻ ഇതിന്റെ മാസിക ചോദ്യം. ഒരു സ്ത്രീക്ക് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്? അന്യപുരുഷന്റെ കൂടെ യാത്ര ചെയ്യാമോ? ഉദാഹരണത്തിന് ഭർത്താവിന്റെ അനുജൻ, ജ്യേഷ്ഠൻ, മരുമകൻ, പെങ്ങളുടെ മകൻ എന്നിവരോട് ചേർന്നിരുന്ന് തോളിൽ പിടിച്ച് യാത്ര ചെയ്യുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ തെറ്റല്ലേ? അത് കുഴപ്പത്തിനും തെറ്റിദ്ധാരണക്കും വഴിവെക്കില്ലേ? ഭർത്താവിന്റെ അനുജന്റെ തോളിൽ പിടിച്ചിട്ട് ഇങ്ങനെ ബൈക്കുമ്പോ പോവാ, അതിന്റെ വിധിയാ ചോദ്യം. മറുപടി കേട്ടോളെ മൗലവിമാരെ മറുപടി. ഉമ്മു അബ്ദുള്ള വടകര, നമ്മളെ നാട്ടുകാരാ ചോദിച്ച്, നമ്മളെ താലൂക്കാരാ. ഉമ്മു അബ്ദുള്ള. ഇനി മറുപടി. അന്യപുരുഷനായ ഒരു ഡ്രൈവർ മാത്രം നിയന്ത്രിക്കുന്ന ബൈക്ക്, ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങളിൽ ഒരു സ്ത്രീ മാത്രമായി യാത്ര ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലതാണ്, നല്ലത് വേറെ. ഇനി കേട്ടോളി. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തീരെ സുരക്ഷിതത്വം ലഭിക്കാത്ത രാജ്യങ്ങളിൽ. എന്നാൽ ഇസ്ലാം നിർദ്ദേശിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് ഒരു രാത്രിയും പകലും ദീർഘമാകാത്ത യാത്ര ചെയ്യുന്നത് നിഷിദ്ധമാണെന്ന് പറയാൻ വ്യക്തമായ തെളിവുകൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. 24 മണിക്കൂർ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴാ റിയാക്ഷൻ ആകുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, ഭർത്താവിന്റെ അനുജന്റെ കൂടെ തോളിൽ പിടിച്ചിട്ട് ബൈക്കുമ്പോ പോകുന്നതിന് കുഴപ്പമുണ്ട് എന്ന് മൂപ്പര് തെളിവ് കണ്ടിട്ടില്ല. ഇനി ബാക്കി കേട്ടോളി. ഇസ്ലാം നിർദ്ദേശിച്ച വസ്ത്രധാരണ രീതി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിർഭയത്വം ഉറപ്പാണെങ്കിൽ അന്യപുരുഷന്റെ കൂടെയോ ഭർത്താവിന്റെ അനുജൻ, ജ്യേഷ്ഠൻ മുതലായവരുടെ കൂടെയോ ബൈക്കിന്റെ മുന്നിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതിനും വിരോധം ഇല്ല. എന്നാ പിന്നെ അന്നേരം എന്താ വേണ്ടത് കേട്ടോളെ. എന്നാൽ സ്പർശനം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക. ഒഴിവായിക്കൊള്ളൊന്നുമില്ല, പരമാവധി അങ്ങ് ശ്രമിച്ചാൽ മതി സ്പർശനം ഒഴിവാക്കാൻ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. ഈ സംസ്കാരം ഈ മുസ്ലിം സമുദായത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന മൗലവിമാർ, ഇവരെ എതിർത്തതല്ലേ ഞങ്ങൾ ചെയ്ത സബുൽ മുബിഖാത്ത്? അതല്ലേ ഞങ്ങൾ ചെയ്ത തെറ്റ്? അതിനല്ലേ ഞങ്ങളെ ക്രൂശിക്കുന്നത്? അതിനല്ലേ ഞങ്ങളെ ചീത്ത പറയുന്നത്? ഞങ്ങളത് ക്ഷമിച്ചോളാം, ഈ ദീനിന് വേണ്ടി ക്ഷമിച്ചോളാം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എഴുതിയിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ സെൽഫികൾ? ഇനി സഹോദരന്മാർ